അല്ലമ്മ, എന്താ നിങ്ങളെ തീരുമാനം? ഒന്നും നടത്തണൊന്നുമില്ല. ദിവസം ചെല്ലും തോറും ആകും പ്രശ്നമായി വരും. ഞാനും അതിനെയാണ് ആലോചിക്കണത്. എന്താ അതിന് ചെയ്യാച്ചിട്ട്. ഇക്കൊരു ഐഡിയ ഇല്ല എന്താ ചെയ്യാന്ന്. ഇതാണെന്നുണ്ടെങ്കിൽ ദിവസം ചെല്ലുന്നിടത്തോളം വയറിങ്ങനെ വലുതായി വലുതായി വരികയല്ലേ. ഇനിയും ദിവസം തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. അതന്നെ പറഞ്ഞത്. ഓന്റെ ചോരയിൽ ഇനി ഒരു കുട്ടിയും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിലേ ഓളെ ഇവിടുന്ന് ആട്ടാനൊന്നും നമുക്ക് പറ്റൂല. പിന്നെ ഓളും ഓന്റെ കുട്ടിയും തന്നെ കാരം ഓന്റെ ലോകം. നമ്മൾ രണ്ടാളും പുറത്തേക്കാരം. അത് ഇമ്മാക്ക് നന്നായിട്ട് അറിയാം. എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇങ്ങനെ ആലോചിച്ച് നിക്കാണ് ഞാൻ. ഓളൊക്കെ എപ്പോഴോ പൊയ്ക്കണേ. ഓൾ എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഇരിക്കാണ്. ഓൻ പൊയ്ക്കണോ? ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് ഓൻ പോയതൊന്നും. എന്തായാലും ഞാൻ ഓളെ വിളിക്കട്ടെ, പണികൾ എടുക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഇപ്പൊ പേരന്റെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ടെങ്കിലേ ഒന്നും നടക്കൂല. നല്ല പണികൾ എടുത്താൽ തന്നെ അത് നാട് കലങ്ങി പോയിക്കോളും. പിന്നെ ഇപ്പൊ തുടക്കെല്ലാം ആയിട്ടുള്ളൂ. അതന്നെ ഞാനും വിചാരിക്കണത്. ഓളെ ഞാൻ വിളിക്കട്ടെ പോയിട്ട്. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആവണം കേട്ടമ്മ. ഇങ്ങനെ കുറെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അവസാനം ഒന്നും ഇല്ലാതെ ആവരുത്. അതൊക്കെ ജിമ്മാക്ക് എന്തിനാ പറഞ്ഞിരുന്നത്? ഇമ്മക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഇമ്മ വന്നിട്ടുള്ളത്. നല്ല പണികൾ എടുപ്പിച്ചാ മതി. ഓൾക്ക് താനാണ് പോയിക്കോളും അത്. ഞാൻ അവളെ പോയി വിളിക്കാം. വേറെ വേദന ചിത്രം എന്താണ് അങ്ങനെ വേദന? അല്ലടി, അനക്ക് ഈ റൂമിൽ ഇങ്ങനെ ഇരിക്കൽ തന്നെ പണിയുള്ളൂ? തീരെ വയ്യമ്മ, നല്ല വയറുവേദന ഉണ്ട് ഇപ്പോ. അതുകൊണ്ടാ ഞാൻ ഇവിടെ റൂമിൽ വന്നിരുന്നത്. എന്റെ വർത്താനം കേട്ടാ തോന്നി ഇജാണ് ലോകത്തിൽ ആദ്യമായിട്ട് പ്രസവിക്കണ ഒരു പെണ്ണ്. ഞങ്ങളൊന്നും ഇത് കഴിഞ്ഞിട്ടല്ലല്ലോ വന്നിക്കണത്. ഞങ്ങൾക്കൊന്നും പള്ളേര് ഉണ്ടായിട്ടൊന്നുമില്ല. ഞങ്ങൾ നേരിട്ടുണ്ട് പ്രസവിക്കാ ചെയ്തിക്കണേ. മര്യാദക്ക് വന്നിട്ടേ പേരന്റെ ഉള്ളത്തെ പണിയോളം എടുത്തൂടെ. ഞങ്ങളൊക്കെയും പണിയോളൊക്കെ എടുത്തിട്ട് തന്നെ ഞങ്ങൾ പ്രസവമൊക്കെ ഉണ്ടായിക്കണത്. പണിയോളം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലേ പ്രസവം ഒന്നും ഉണ്ടാവൂല എല്ലാം പോലെ. എന്നിട്ട് അത് കീറി മുറിച്ച് ഓപ്പറേഷൻ ആക്കാൻ വേണ്ടിട്ട് അതിനും ആണല്ലോ എന്റെ മകന്റെ പൈസ. മര്യാദക്ക് വന്നിട്ട് ഇതിന്റെ ഉള്ളത്തെ പണിയോളം എടുത്തോ. അതാണ് എനിക്ക് നല്ലത്. കെട്ടിലമ്മ ചമച്ചിട്ട് ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരിക്കുക ഓള്. തുടക്കെല്ലാം ആയിട്ടേ ഉള്ളൂ. കുറച്ചും കൂടി ഒക്കെ കഴിയട്ടെ, എന്നിട്ടൊക്കെ റെസ്റ്റ് എടുക്ക. ഇത് കല്യാണം ഇങ്ങോട്ട് വരാനോ ഇടയില്ല. അപ്പൊ ഇതിന് വള്ളേലി ഒന്നും പറയുന്നില്ല. അടിച്ചോരാ അടിച്ചോരിക്കട്ടോ. ഇല്ലാന്നുണ്ടെങ്കിലേ കുട്ടിക്കന്നെ കേട്. വയറൊക്കെ ഒന്ന് അയ്യണ്ടേ. നല്ലം പോലെ തട്ടികൊട്ടി അടിച്ചോര്. അത് കഴിഞ്ഞിട്ടേ ആ റൂം കൂടി നേരാക്കാൻ മാട്ടാ. ഞാനേ കൊറച്ചേരം ഒന്ന് പോയി കിടക്കട്ടെ. ഒന്ന് ഉറക്കം നല്ല വരുന്നുണ്ട്. ശരി. നല്ല കുമ്പിട്ടിട്ടൊന്നും അടിച്ചു വരൂടി. എന്താ എന്റെ പള്ളേന്ന് ഇങ്ങോട്ട് പോരൂ കുട്ടി. വേണം കുമ്പിട്ട് അടിച്ചു വരൂടി. സാജി എവിടെ? ഓളാന്റെ റൂമുക്ക് പോയിക്കണ്. റുബിയ എടി, എന്തമ്മ വിളിച്ച്? പിന്നെ ആ തിരുമ്പാളൊക്കെ കൊണ്ടുപോയിട്ട് ആ കല്ലുമ്മ തിരുമ്പിക്കാളാ. മഴ എല്ലാം വരുന്നുണ്ട്. എന്നിട്ട് ആ അരുവില് ഇറയത്തിട്ടാളാ. ഞാൻ മെഷീനിലിട്ട് തിരുമ്പിക്കോളാം. കൈമൊന്നിപ്പോ തിരുമ്പാ വെച്ച.
മിഷീനിലോ? ഇജ്ജ് എന്റെ പെരയില് മിഷീനിലാ തിരുമ്പിയത്? ഇവിടെ വന്നിട്ടല്ല അതില് തിരുമ്പലൊക്കെ പഠിച്ചത്. അപ്പൊ ആദ്യം എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അതേപോലെ തന്നെ ചെയ്താ മതി. ഈ മാസം കറണ്ട് ബില്ല് എത്ര വന്നിട്ടെന്ന് വല്ല അറിയ എനക്ക്? അതൊക്കെ ഞാൻ ഒരു ചെക്കൻ പണിയെടുത്തിട്ട് വേണ്ടേ അടക്കാന്? അങ്ങനെ എന്റെ പെരക്കാർക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. പ്രസവൊക്കെ ഇനി എന്റെ മകൻ തന്നെ ചെയ്യണല്ലോ. പെറ്റെടുക്കലും ഇവിടെ. ഓൽക്കല്ല സുഖം. ഒന്നും പറയണില്ല. ഇവിടെ എങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ചെലവാക്കാൻ ഞാൻ സമ്മതിക്കൂല. ഇനി പ്രസവവും ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷനും ഒക്കെ ഇനി ഇവിടുന്ന് തന്നെ വേണ്ട നടക്കാന്. എന്റെ കുട്ടിയുടെ ഒരു ഗതികേടല്ല അപ്പൊ എന്തെന്ന് പറയാ. ഞാൻ ഓനോട് അപ്പോഴും പറഞ്ഞതാണ് ആ ഒരു പെരേന്ന് പെണ്ണ് കെട്ടണ്ട, അനക്ക് ഒന്നും ഒരു സഹായിക്കൂലെന്ന്. എവിടെ ഓൻ കേക്കുന്നു? എനിക്ക് ആദ്യം വേണ്ട പെണ്ണിനെ തന്നെ മതി എത്ര. പിന്നെപ്പോ ഞാൻ എന്തേലും പറഞ്ഞ ഓൻ കേക്കുവോ? ആ തിരുമ്പാള് വേഗം നടത്തി തിരുമ്പിട്ടാളാ ചെല്ലി. മിഷീൻ എടുക്കണ്ട. അന്ന് ഞാൻ മിഷീനിൽ ഞാന് തിരുമ്പിക്ക നടന്ന തന്നെ. നിന്റെ മകൻ നയിച്ചുണ്ടാക്കണ അനക്ക് ഇങ്ങനെ സൂയിക്കാൻ വേണ്ടിട്ടല്ല. എങ്ങനെയെങ്കിലും തൊള്ളയുള്ളതൊന്നും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത്ര സമാധാനായി. എന്നാലും ഓളെ ഇവിടുന്ന് ഒന്ന് ആട്ടാൻ പറ്റുള്ളൂ. അതൊരു ഇടങ്ങറ്. എന്തമ്മ കാര്യം? ഒന്നുമില്ലടി, ഞാൻ ഓളോടെ കല്ലുമ്മ തിരുമ്പാൻ പറഞ്ഞതാണ്. അങ്ങനെങ്കിലും ഇളകിയിട്ടൊന്ന് പോട്ടത്, എന്നാൽ എന്റെ മകന്റെ തലേന്നൊന്ന് അത് പോവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിലേ എന്റെ ആങ്ങളിനെയും കൊണ്ട് ഓള് പോവുള്ളൂ. എന്റെ ആങ്ങൾക്ക് ഇനി ഓളിലൊരു കുട്ടിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളെ കാര്യം പോക്കാണ്. പിന്നെ ഈ പേര ഓന്റെ പേരിലാണ് വാപ്പ എഴുതിയിരിക്കുന്നത്. ഓന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ ഓൻക്കും ഓന്റെ മകൻക്കും അവകാശപ്പെടൂലേ. പിന്നെ ഞമ്മള് രണ്ടാളും പുറത്തേക്കാരം. അല്ലെങ്കിലോ എന്റെ വാപ്പാന്റെ രണ്ടാമത്തെ പെണ്ണുങ്ങളാണ് ഞാന്. ആൾക്കറിയാലോ. ഇത് അവിടെ പോയിട്ട് ഒരു ഗ്ലാസ് നേരം അവിടെ ഇരുന്നോ. ഇതൊന്നിനും ഇങ്ങോട്ട് നീച്ചു വരുമൊന്നും വേണ്ട. എന്നെ കണ്ടാ പിന്നെ ഓക്ക് കൂടുതൽ തന്നെ കാരം. അവിടെ പോയിക്കാളാ. ആ ഇമ്മ 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 അല്ലടി ഒരു രണ്ടാളും കൂടി പോയിട്ട് എത്ര നേരായി? വല്ലതും അയക്കണാവലെ. ഇത്രയും നേരം നമ്മള് രണ്ടാളും കൂടി കഷ്ടപ്പെട്ടൊക്കെ ഇല്ലാതാവും. ഒന്ന് വിളിച്ചോക്കണ. വേണ്ട അപ്പൊ വിളിക്കൊന്നും വേണ്ട. വിളിച്ചിട്ടുണ്ടെങ്കിൽ സംശയം തോന്നും. ഇങ്ങോട്ട് വരുമല്ലോ ഇപ്പൊ. കൊറേ നേരമായില്ലേ പോയിട്ട്, ഇപ്പൊ വരുണ്ടാവും. ആ നിങ്ങളെക്കാളും ടെൻഷനൊക്കെ ഇക്കാണ്. എന്താവോ എന്തോ, കലങ്ങി പോയി കിട്ടിയാ മതി. ആജു വന്നാ? അല്ലടാ എന്തായടാ, എന്താ ഡോക്ടർ പറഞ്ഞേ? കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പോയോ? എന്റെ റബ്ബേ, എന്റെ കുട്ടിക്ക് ആദ്യമായിട്ടൊരു കുട്ടി ഉണ്ടായതാണ്. അതിന് ഓള് കളഞ്ഞ. ഓള് കാരണം തന്നെ ഈ കാര്യം പോയിട്ടുണ്ടാവുക. ഞാൻ ഓളോട് ആവും പാടും പറഞ്ഞാ നീ പെരന്റെ ഉള്ളത്തെ പണിയൊന്നും എടുക്കണ്ടാന്ന്. അന്റെ പെണ്ണുങ്ങൾ കേക്കൂലായിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു ചൂലെടുത്ത് അടിച്ചോ വരുന്നേ, കല്ലുമ്മട്ട് തിരുമ്പണ്. ഇവിടെ മിഷയില്ലേ? ഓൾക്ക് ഇതിനുള്ളതിട്ട് തിരുമ്പിയാ പോരെ. ഓള് ഇങ്ങനെ കല്ലുമ്മക്കന്നെ പോയത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നീ നാട്ടുകാരെ മുന്നിൽ എങ്ങനെ നോക്ക? ആദ്യമായിട്ട് ഒരു പേരക്കുട്ടി ഉണ്ടാവുകയെന്ന് അതിന്റെ സന്തോഷത്തിലായിരുന്നു ഞാന്. അതുകൊണ്ട് ഇല്ലാതാക്കി. ഇനിയിപ്പൊ പറഞ്ഞിട്ടിപ്പൊ എന്താ കാര്യം? ഇമ്മ പറഞ്ഞതന്നെ ശരി. ഞാൻ എത്ര വട്ടം പറഞ്ഞിക്കണെന്നറിയോ ഒന്നും ചെയ്യണ്ട. പിന്നെ എന്തിനാ ഞാൻ അങ്ങോട്ട് വന്നിക്കണെന്ന്? ഞാൻ ഓളെ നോക്കാൻ വേണ്ടിട്ട് വന്നതല്ലേ.
എത്ര പറഞ്ഞാലും എന്റെ പെണ്ണുങ്ങൾ കേൾക്കൂല. ഓൾക്കിത് പോയി കിട്ടിയാൽ മതിച്ചിട്ട് ഏക്കാരം. ഒന്നല്ലെങ്കിൽ ഓൾക്ക് ഓളെ പെരേക്ക് പോവാ. അതൊന്നും ഓള് ചെയ്യാതെ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് ഓള് കണ്ണി കണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് അതിനൊരു കളഞ്ഞല്ലോ. ഈ കുട്ടിയുടെ ഒരു ഗതിയേടാ ഞാൻ നോക്കണ്. ഞാൻ അപ്പോഴും ഞാൻ എന്നോട് പറഞ്ഞല്ലേ ഈ ബന്ധം വേണ്ട. ഓള് ഞമ്മളെ പെരന്റെ ഉള്ളിക്ക് എന്ന് കേറി അന്ന് തുടങ്ങി നമ്മളെ നാശം. എല്ലാത്തൊരു കഥ തന്നെ. ഓള് ആ പെരേക്ക് പറഞ്ഞാച്ചാലാ ഇനി ഇങ്ങനത്തെ ഒരു പെണ്ണിന് നമ്മളെ പെരന്റെ ഉള്ളിൽ വേണ്ട. അതാ നല്ലത്. അനക്ക് ഇനി ഇങ്ങനെ ഒരു പെണ്ണും വേണ്ട. ആൾക്കാരെ എന്താ ചെയ്യണ്ടെന്നുള്ളത്. എങ്ങനെ ഉണ്ട് ഉമ്മാന്റെ പണി? ഇക്കറിയായിരുന്നു. ഒരു 2-3 മാസല്ലേ ആയിട്ടുള്ളൂ. ഇങ്ങനെ പണിയോട് എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോവന്നെ ചെയ്യുള്ളൂ എന്നുള്ളത്. ഇപ്പൊ എന്താ ഉണ്ടായത്? നമ്മള് പറഞ്ഞ വിശ്വസിച്ചങ്ങാണ്ട് ഓളെ നേർക്ക് പോവും, ഓളോളെ കൊണ്ടാക്കുകയും ചെയ്യും. അതോടെ സമാധാനക്കെ ഷെറിനെ കൊണ്ട് ഓനെ കല്യാണം കേൾപ്പിക്കുകയും ചെയ്യാ. ഓള് 2ാം കെട്ടാണ്. അപ്പൊ ഓനിപ്പോ 2ാം കെട്ടാവുമല്ലോ. നല്ല പൂത്ത പൈസ ഉണ്ട് ഓളെ വാപ്പാന്റെ ഒക്കെ. അതൊക്കെ നമുക്ക് കിട്ടും ചെയ്യും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെണ്ണും. എന്തായാലും ഞമ്മള് വിചാരിച്ച പോലെ തന്നെ അതാവുള്ളൂ. നീ കൂടുതലൊന്നും ഇവിടെ നിന്ന് പറയൊന്നും വേണ്ട. പൊയ്ക്കോട്ടോളൂ എന്നിട്ടൊക്കെ പറഞ്ഞാ മതി. അതന്നെ പറഞ്ഞു. എന്തായാലും അത് കഴിക്കും. ഓളപ്പ തന്നെ ഓളെ പെരേക്ക് ഉണ്ടാക്കും. ഇങ്ങനെ പറഞ്ഞ കേൾക്കാത്തൊരു പെണ്ണിനെ ഓനക്ക് വേണ്ടാന്ന് തന്നെ ഓൻ പറയും. നന്നായേ ഉള്ളൂ. ഒറ്റ മകനെ വശത്താക്കിങ്ങാണ്ട് ജിന്റോടെ നിക്കല്ലേ നടന്നേന്നെ. അനക്കിപ്പോ സമാധാനമായില്ലല്ലേ ആ കുട്ടിനെ ഇല്ലാതാക്കിയപ്പോ? അന്റെ സന്തോഷം കിട്ടാൻ വേണ്ടിട്ടില്ല ഇജ്ജ് പണികൾ എടുത്തത്. ഞാനതിന് എന്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതല്ല. ഇമ്മ ചെയ്യിപ്പിച്ചത് എന്നെ കൊണ്ട്. അനക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് എന്റെ അമ്മാന്റെ മേത്തേക്ക് ഇടാൻ തോന്നുന്നത്? എന്റെ ഇമ്മയും പെങ്ങളും അനക്ക് വേണ്ടിട്ട് എല്ലാ പണികളും ചെയ്യണില്ലേ? പിന്നെ എന്താ അനക്ക് ഒതുങ്ങിയിരുന്നാ വരിക? ഞാൻ എങ്ങനെയൊക്കെ നമ്മളെ കുട്ടീനെ കളിയോ? ഞാൻ എപ്പോഴും ചോദിച്ചാല് ഞാൻ എന്റെ പേരെ പോയി നിന്നോളാന്ന്. കേട്ടില്ലല്ലോ. ഞാൻ കളഞ്ഞില്ല. ഇജിനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇജ എന്റെ പേരേക്ക് പോയിക്കോ, അതാ നല്ലത്. ഇക്കൊരു കുട്ടിനും കൂടി എന്നെ കൊണ്ട് തരാൻ പറ്റൂല. എന്റെ സൗന്ദര്യം കണ്ട് ഇല്ലാതാവൂല്ലോ അല്ലെ? ഇനി ഇവിടെ നിക്കണ്ട. എന്റെ ഉമ്മാനെ വിളിച്ചങ്ങാണ്ട് ഇന്നനെ എന്റെ പേരേക്ക് പോയിക്കോ. ഇനിക്ക് എന്നെ കാണന്നെ വേണ്ട. എന്തായടി രണ്ടാളെന്തേലും പറഞ്ഞ കേട്ടത്? എന്ത്? ഓള് മിക്കവാറും ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് പോവും. ഓളമ്മാനോട് വരാനൊക്കെ പറയുന്നുണ്ടോ നീ? സമാധാനായി. നമ്മളാണ് ഇതിന്റെ പിന്നിൽ നിന്നത്. ഒരിക്കലും ഓനെ അറിയരുത് ട്ടോ. എന്താന്ന് വെച്ചാല് ഓനക്കപ്പൊ നമ്മളോട് ഈറാവും. ശരിക്കും എന്തായാലും വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. ഓള് ഒഴിവാക്കിക്കണ്, ഓളോട് ഇങ്ങോട്ട് വരാൻ പറയണം ഒരു ദിവസം. എന്നിട്ട് എങ്ങനെങ്കിലും ഓന്റെ മനസ്സിൽ കേറി പറ്റാൻ നോക്കണം. അതാണ് ഇനി വേണ്ടത്. അന്റെ പെരപ്പണി നടക്കാണല്ലോ. ആ പെരപ്പണിക്ക് നല്ല പൈസയും തരും ഓള്, സാധനങ്ങളും വാങ്ങി തരും. ഉമ്മാന്റെ കുട്ടി ഇനി ഇത് ആരോടും പറയാനൊന്നും നിക്കണ്ട. അന്റെ മാപ്പിള പോലും ഇത് അറിയണ്ടട്ടോ. ഞാൻ ആരോട് പറയാനമ്മ? ഞാൻ ഒരിക്കലും ഇതൊന്നും പറയില്ല. അപ്പൊ നിങ്ങൾ രണ്ടാളും കൂടിയാണല്ലേ ഈ പണി ചെയ്തത്? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് രണ്ടാളോടും ചെയ്തത്? ഞാൻ ഇതെല്ലാരോടും പറയും, ഇക്കാരോടും പറയും. പിന്നെ ഇജ് മാത്രാണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും കൊണ്ട് സംഭവിക്കുക. എന്റെ മകനും കൂടി വിശ്വസിക്കണ്ടടി ഞാൻ എന്റെ കുട്ടിയാണ് ഇത് ചെയ്തിക്കണെന്നുള്ളത്. ഒരിക്കലും വിശ്വസിക്കൂല. ഓൻക്ക് എന്നോടാണ് ദേഷ്യം. ഇജാണ് ഈ പണിയോട് എടുത്തിട്ടാണ് കുട്ടീനെ ഒഴിവാക്കിയിരിക്കുന്നതെന്നാണ് ഓന്റെ വിചാരം. ഇജ് നീ എത്ര തല കുത്തി പറഞ്ഞാലും എന്റെ മകൻ വിശ്വസിക്കൂല ഇജ് പറഞ്ഞത്. അതൊക്കെ പണ്ട് ഉമ്മ. ഞാൻ കേട്ടുങ്ങാണ്ട് നിൽക്കുന്ന സംഭവം എങ്ങനെ ഞാൻ വിശ്വസിക്കാതിരിക്കുക? ഓള് വെറുതെ പറയാണേ. ഓള് വെറുതെ പറയുമ്മ. എങ്ങനെ ഇങ്ങക്ക് ഇങ്ങനെ നോണം പിന്നെയും പിന്നെയും പറയാൻ വയ്ക്കണം? അത് മൂത്ത് നോക്കിങ്ങാണ്ട് ഞാൻ കേട്ടുങ്ങാണ്ട് വന്ന സംഭവല്ലേ? നിങ്ങളെ മകളും കൂടി
നിന്റെ ഉപ്പാന്റെ രണ്ടാം ഭാര്യയാണ് എന്നുള്ളതും കൂടി ഞാൻ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇതുവരായിട്ടു. ഇനി നിങ്ങൾ ഇവിടെ നിക്കണ്ട, അതൊക്കെ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളും നിങ്ങളെ മകളും കൂടി ഇനി ഇവിടെ നിക്കേ വേണ്ട. ഞാൻ എവിടേക്ക് പോവാനാ? ഞാൻ ഇവിടെ അല്ലാതെ വേറെ എവിടെ നിക്ക? നിക്കണ്ട, ഇത് എന്റെ വാപ്പ നിക്ക് എഴുതി തന്ന സ്ഥലാണ്. ഞാൻ ഇവിടെ നിന്നോട്ടേന്ന് വിചാരിച്ചതേന്ന്. അപ്പൊ നിങ്ങൾ ഇതിന്റെ തലേ കയറി നിറങ്ങല്ലേ? ഇറങ്ങണ ഇവിടുന്ന്. ഞാൻ എന്റെ പിന്നാലെ നിക്കണില്ല. ഞാൻ എന്റെ കുട്ടിയുടെ പിന്നാലെ പോയിക്കോളാം. ഓളാവുമ്പോ എന്നെ പൊന്നു പോലെ നോക്കിക്കോളും. ഇമ്മ വരെ എന്റെ പിന്നാലെ തുണി കുപ്പായൊക്കെ എടുക്കട്ടെ. ഇങ്ങളെന്റെ പിന്നാലെ പോരൊന്നും വേണ്ട. അവിടെ പോണോണ്ട് എന്താട്ടാനാ? അവിടെ ഞാൻ നിക്കുന്നതന്നെ എങ്ങനെയൊക്കെ ജീവിക്കാണ്. അങ്ങോട്ട് വരുമൊന്നും വേണ്ട, അവിടെ നോളി. മോളെ അണക്കും കൂടി വേണ്ടിട്ടല്ലേ ഇങ്ങനൊക്കെ ചെയ്തത്? ഇപ്പൊ എന്റെ ഉമ്മ സ്വന്തം മകൾ തന്നെ കാല് മാറില്ലേ? ഇനി നിങ്ങൾ എവിടെ നിക്കുക? അതൊന്ന് പറഞ്ഞാണീ. മര്യാദക്ക് ഇവിടെ നിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്നാ മതി. ഇല്ലാന്നുണ്ടെങ്കിലേ വേറെയും വല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഞാൻ കൊണ്ടാക്കിക്കൊണ്ട് നിങ്ങളെ. ഈ ഇങ്ങോട്ട് പോരെ, ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല. വായോ. ഇജ്ജ് ഇന്നെ എങ്ങനെ പറ്റിക്കുന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. അന്നെ വിശ്വസിച്ചുകൊണ്ട ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് അണക്ക് വേണ്ടിട്ട്. അപ്പൊ ജിമ്മാനെ പിന്നെ കുജിത്തേന് അല്ലെ? ഇനി ഉമ്മാന്ന് വിളിച്ചിട്ട് മേലില് ജീപ്പ് അടി ഇങ്ങോട്ട് കേറിയിട്ടുണ്ടേ നോക്കിക്കോ. ഇപ്പൊ ഇറങ്ങാൻ വെച്ചതിന്റെ ഉള്ളിന്ന് പിന്നെ ഇനി ഇജ്ജ് ഇങ്ങോട്ട് കയറരുത്. ഇക്ക് മാത്രല്ലല്ലോ ആ കാര്യം ഉണ്ടായിക്കണത്, ഇങ്ങക്കും ഉണ്ടാവുമല്ലോ. നിങ്ങളെ മകൻ കൊണ്ട് നല്ല പണക്കാരനോട് കെട്ടിക്കണമെന്ന് പറഞ്ഞ് അപ്പൊ നിങ്ങൾ അതിന് നിന്നു. അതുപോലെ ഇക്ക് പൈസ ഇട്ടെന്ന് കണ്ടപ്പോ ഞാനും കൂട്ടു നിന്നു. രണ്ടാളും ഉണ്ട്. ഇന്നൊരാളൊറ്റക്ക് പറയണ്ട നിങ്ങള്. ഞാൻ പോവാണ്.